നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അമ്മ സംഘടനയിലെ ചേരിതിരിവും താരങ്ങൾ തമ്മിലുള്ള പോരും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറുകയാണ്. അമ്മയ്ക്കുള്ളിലെ തർക്കം പോലീസ് കേസിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അമ്മ എന്ന താരസംഘടനയിലെ ആഭ്യന്തര കലഹം അതിരുവിട്ട അവസ്ഥയിലാണിപ്പോൾ. പറഞ്ഞു തീർക്കേണ്ട പല വിഷയങ്ങളും പുറം ലോകത്തും ഇപ്പോൾ വിവാദമായി മാറുകയാണ്. ഇപ്പോഴിതാ അമ്മയിൽ പുകയുന്ന ആഭ്യന്തര കലഹങ്ങളും ജാതി വിവേചനവും തുറന്നുകാട്ടി പ്രമുഖ സംവിധായകൻ ആലപ്പി അഷ്റഫും രംഗത്തെത്തിയിരിക്കുകയാണ്. സംഘടനയിലെ ഭാരവാഹികൾക്കിടയിലെ ചേരിതിരിവും നടിമാരായ അൻസിബ ഹസൻ, നീന കുറുപ്പ് എന്നിവർ നേരിട്ട കടുത്ത മാനസിക പീഡനങ്ങളും വെളിപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. മുൻപ് സഹപ്രവർത്തകയായ ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ അവൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനെ സംരക്ഷിക്കാൻ ശ്രമിച്ചവർക്ക് കാലം കാത്തുവെച്ച കാവ്യനീതിയാണ് ഇപ്പോൾ സംഘടനയിൽ നടക്കുന്ന ആഭ്യന്തര കലഹങ്ങളെന്ന് അദ്ദേഹം പറയുന്നു. സംഘടനയുടെ നേതൃത്വത്തിൽ വന്ന മാറ്റങ്ങൾക്ക് ശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് കരുതിയെങ്കിലും രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന വാക്കുമാറ്റങ്ങളാണ് നിലവിലെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നത്. പണം തട്ടിപ്പ്, കുടുംബകലഹം, അസഭ്യവർഷം, തൊഴിൽ പീഡനം തുടങ്ങി ഗുരുതരമായ വിഷയങ്ങളാണ് ഇപ്പോൾ സംഘടനയ്ക്കുള്ളിൽ പുകയുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അജ്ഞതയുടെ തീരത്തുകൂടി സഞ്ചരിക്കുന്നവർ അധികാരത്തിലെത്തിയാൽ നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമെന്ന് മാത്രമല്ല, ആളുകൾ അവഹേളിക്കപ്പെടുകയും ചെയ്യും. ന്യായങ്ങളെ കാത്ത് നേരിനെ കാട്ടി നേരായി ജീവിക്കുന്നവർ ആയിരിക്കണം നേതൃസ്ഥാനങ്ങളെ അലങ്കരിക്കേണ്ടവർ. അമ്മ എന്ന സംഘടനയിൽ ഇപ്പോൾ നടക്കുന്ന ദുർഗന്ധം വമിക്കുന്ന സംഭവങ്ങളുടെ അകത്തളത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അമ്മ എന്ന താരസംഘടനയിലെ ആഭ്യന്തര കലഹം അതിരുവിട്ട അവസ്ഥയിലാണ്. പലരും പറയുന്നു ഇതിന് കാരണം സ്ത്രീകൾ തലപ്പത്ത് വന്നതുകൊണ്ടാണെന്ന്. എന്നാൽ ഇതിന് സത്യത്തിന്റെ മറ്റൊരു വശം കൂടിയുണ്ട്. സഹപ്രവർത്തകയായ ഒരു നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ അവളോടൊപ്പം നിൽക്കാതെ വേട്ടക്കാരനോടൊപ്പം നിന്ന് വാദിച്ചവർക്ക് കാലം കരുതി എഴുതി വെച്ച കാവ്യനീതിയാണ് ഇന്നീ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് അവളുടെ കണ്ണുനീരും കരച്ചിലും കണ്ടില്ലെന്ന് നടിച്ച് അവളെ നിഷ്കരുണം തള്ളിക്കളഞ്ഞവരാണ് ഇവരിൽ പലരും. അവൾ ഒഴുക്കിയ കണ്ണുനീരിന് കണക്കു പറയാതെ ആർക്കും കടന്നുപോകാൻ കഴിയില്ല എന്ന് കാലം തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അമ്മയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രസിഡന്റിന്റെ ആദ്യ പ്രതികരണം സംഘടന വിട്ടുപോയവരെയൊക്കെ തിരികെ കൊണ്ടുവരുമെന്നും സംഘടനയിൽ നിന്നും ആക്രമിക്കപ്പെട്ട നടിക്കുണ്ടായ വിഷമങ്ങൾ പറഞ്ഞു തീർത്ത് ആ കുട്ടിയെ തിരികെ കൊണ്ടുവരുമെന്നും ആയിരുന്നു. കൂടാതെ ആക്രമിക്കപ്പെട്ട നടിയെ നേരിൽ കണ്ട് സംസാരിക്കുമെന്നും ഒരു മേശയ്ക്ക് ചുറ്റും ഞങ്ങൾ ഇരുന്നാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നും അതങ്ങനെ രമ്യതയിലായി ഞങ്ങൾ ഒന്നായി മുന്നോട്ടു പോകും എന്നായിരുന്നു വീരവാദം. എന്നാൽ ഈ വാക്കുകളെല്ലാം പാഴ്വാക്കുകളായിരുന്നു. രാഷ്ട്രീയക്കാർ പോലും നാണിച്ചു പോകുന്ന കാലുമാറ്റം, അതായത് വാക്കുമാറ്റം. പിന്നീട് അതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പറയുന്നു, അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടതും നടപ്പാക്കേണ്ടതുമായ ധാരാളം വിഷയങ്ങൾ വേറെയുണ്ടെന്ന്. അവർ പറഞ്ഞത് ഇപ്പോൾ അക്ഷരം പ്രതി ശരിയായിരിക്കുകയാണ്. ഭരണം ഏറ്റെടുത്ത അന്ന് തുടങ്ങിയ ആഭ്യന്തര കലഹമാണ്. പല പ്രാവശ്യം പൊട്ടലും ചീറ്റലും ഒക്കെ പുറം ലോകത്തും എത്തിയിരുന്നു. അതൊക്കെ ഒന്ന് തീർത്തിട്ട് വേണ്ടേ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ചീഞ്ഞു നാറുന്ന ബോംബുകളായി ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചർച്ച ചെയ്ത് ഒന്ന് ഒതുക്കിയതിന് ശേഷം വേണമല്ലോ അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ. സംഘടനയിലെ താരലഹള പല വിധമാണ്. പണം തട്ടിപ്പിന്റെ പേരിൽ പ്രശ്നം, കുടുംബ കലഹം ഉണ്ടാക്കിയതിന്റെ പേരിൽ പ്രശ്നം, തെറി വിളിച്ചതിന്റെ പേരിൽ പ്രശ്നം, അവിഹിത ബന്ധത്തിന്റെ പേരിൽ പ്രശ്നം, തൊഴിൽ പീഡനത്തിന്റെ പേരിൽ പ്രശ്നം, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിലും പ്രശ്നം, പണം കൈയിട്ടുവാരി എന്ന പ്രശ്നം വേറെയും. എന്തിനേറെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ പോലും പ്രശ്നം. അതിന്റെ പേരിൽ DNA ടെസ്റ്റ് വരെ നടത്തണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ പൊതുസമക്ഷത്തിൽ എത്തിയപ്പോൾ പ്രസിഡന്റ് പറയുന്നു, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല, എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുമില്ല എന്ന്. എന്നാൽ സെക്രട്ടറി ഇതെല്ലാം അറിഞ്ഞ് രാജ്യം വിട്ട ലക്ഷണമാണ്. കണ്ടതും കേട്ടതും മിണ്ടില്ല എന്ന് പറഞ്ഞ് അവർ മാളത്തിൽ ഒളിച്ചു. ഇപ്പോൾ പൊതുസമക്ഷം ആവലാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അൻസിബ ഹസനാണ്. തന്റെ നേരെ ഉണ്ടായ മാനസിക പീഡനവും ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെയുമാണത്. അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ജോയിന്റ് സെക്രട്ടറി ആയിരുന്നല്ലോ. അങ്ങനെ അവരെ തിരഞ്ഞെടുക്കണമെങ്കിൽ താരസംഘടനയിലെ അംഗങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടവും അടുപ്പവും എത്രയുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ വിരലിൽ എണ്ണാവുന്ന ചിലർക്കെങ്കിലും അവളോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറവുകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്.
ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എൻ്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക, അവൾ, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംസ്കാരശൂന്യമായ ഇത്തരം വേർതിരിവുകൾ സംസ്കാര സമ്പന്നർ എന്ന് ഊറ്റം കൊള്ളുന്ന സാംസ്കാരിക സംഘടനയിലെ കലാകാരന്മാർ പിന്തുടരുന്നു എന്നത് നമ്മുടെ സാംസ്കാരിക തകർച്ചയല്ലേ? ഇവിടെ ഇതിനെ അംഗീകരിച്ചു കൊടുക്കുന്നത്, അനുവദിച്ചു കൊടുക്കുന്നത് ശരിയാണോ? ഇത് എതിർക്കപ്പെടേണ്ടതല്ലേ? ഇതുതന്നെ മറ്റൊരു നടിയായ ഉഷാ ഹസീനയ്ക്കും ഉണ്ടായതായി അവർ പൊതുമധ്യത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഇതിന് അൻസിബയ്ക്കും ഉഷയ്ക്കും എതിരെയാണ് ഉണ്ടായതെങ്കിൽ നാളെ ഇത് മറ്റൊരാൾക്കെതിരെയും ഉണ്ടാകില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? കഴിഞ്ഞ ഭരണകാലഘട്ടത്തിൽ ഒന്നും ജാതീയമായ അധിക്ഷേപങ്ങളോ വേർതിരിവുകളോ അമ്മയിൽ ഉണ്ടായതായി കേട്ടുകേൾവി പോലുമില്ല. അമ്മയിൽ എപ്പോഴും സങ്കടമുണർത്തുന്ന പരാതിക്കാരിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയും കുറ്റവാളികളായ ആരോപണ വിധേയനായ പുരുഷന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണത തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ഇതിനൊരു അറുതി വരുത്താൻ ആരും ഇന്നുവരെ ശ്രമിച്ചിട്ടില്ല. അപ്പോഴൊക്കെ നേതൃത്വം മൗനം പാലിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴുള്ള ഭരണ സംവിധാനത്തിലാകട്ടെ തീവ്ര മതനിലപാടുകളുള്ള ചില സ്ത്രീകളുണ്ട്. അവർ കൂടി ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ചിലരൊക്കെ പറയുന്നു തീവ്രവാദി എന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്ന്. എന്നാൽ എന്നോട് ഇതിന്റെ ഒരു ഭാരവാഹി സ്ത്രീ സംസാരിച്ചപ്പോൾ അൻസിബയെ ഇതേ വാക്കുപയോഗിച്ച് അഭിസംബോധന ചെയ്തിരുന്നു. സത്യത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ മുഖം നോക്കാതെ വിട്ടുവീഴ്ചകളില്ലാത്ത ധീരമായ നടപടികളാണ് ഇവർക്കെതിരെ നടത്തേണ്ടത്. കലാകാരന്മാരുടെ ഇത്തരം മനോഭാവവും പെരുമാറ്റവും സംസാരവും ഒക്കെ വലിയൊരു വിപത്തിലേക്കാണ് കലാ സാംസ്കാരിക രംഗത്തെ കൊണ്ടെത്തിക്കുക എന്നത് ഓർക്കുക. ജാതീയമായും വംശീയമായും വേർതിരിവ് കാണിക്കുന്നവർ എത്ര വലിയവന്മാരാണെങ്കിലും അവരെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തുകയും കലാമേഖലകളിൽ നിന്നും ഒഴിവാക്കി നിർത്തേണ്ടതും അനിവാര്യമാണ്. സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുക്കേണ്ട സന്ദർഭം കൂടിയാണിത്. ഈ സാമൂഹ്യ വിപത്തിനെ മുളയിലെ നുള്ളുക തന്നെ വേണം. ഇനി മറ്റൊരു എക്സിക്യൂട്ടീവ് മെമ്പറായ നീന കുറുപ്പിന്റെ സങ്കടങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവർ അമ്മയുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും അവർക്ക് സംഘടനയിലെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരമായ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി പരാതി നൽകേണ്ടി വന്നു. ആ കത്തിന്റെ പൂർണ്ണരൂപം വായിക്കാൻ പറ്റില്ല, കാരണം അതിൽ നിറയെ അശ്ലീല പദങ്ങളാണ്. എന്നാലും ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും ആദരണീയ മാഡം, അമ്മ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ ടിനി ടോമിന്റെ ആവർത്തിച്ചുള്ള ദുർവ്യവഹാരം, അസഭ്യവും അംഗീകരിക്കാൻ ആകാത്തതുമായ പെരുമാറ്റം എന്നിവയെ സംബന്ധിച്ച് ഗൗരവമായ ഒരു ഔദ്യോഗിക പരാതി സമർപ്പിക്കുന്നതിനായാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ കോർട്ട് സെന്ററിലെ അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കൈമുട്ടുമുറുക്കി ആക്രമണോത്സുകമായ രീതിയിൽ എന്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. അവർ പിടിച്ചു മാറ്റിയത് കാരണമാണ് അന്നേ ദിവസം ഞാൻ ശാരീരികമായി മർദ്ദിക്കപ്പെടാത്തത് എന്നതാണ് സത്യം. ഇത്തരം പെരുമാറ്റം ഭീഷണിപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതും ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിന് യോജിക്കാത്തതുമാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്ന കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടിനി ടോം പല അവസരങ്ങളിലും നേരിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പൊതുസ്ഥലങ്ങളിലൂടെയുമായി മറ്റു പലരോടും അസഭ്യവും അപമാനകരവും വേദനിപ്പിക്കുന്നതുമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും അപമാനിക്കുന്ന തരത്തിലാണ്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തിന്റെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത്
ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാം അച്ഛനും തമ്മിൽ അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും അപമാനകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനും ഞാൻ സാക്ഷിയാണ്. ഇതൊക്കെയാണ് നീന കുറുപ്പിന്റെ കത്തിൽ ഉള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ മുഴുവനും വായിക്കുന്നില്ല. സഹപ്രവർത്തകയായ ഒരു സ്ത്രീയോടാണ് ഇത്തരം ചേഷ്ടകൾ കാണിക്കുകയും അസഭ്യം പറയുകയും ചെയ്തത് എന്ന് ഓർക്കുക. എന്നിട്ടും ഈ വ്യക്തിയെ ന്യായീകരിച്ചുകൊണ്ട് പൊതുരംഗത്ത് വരാൻ ചില സ്ത്രീകൾക്കൊന്നും നാണവും മാനവുമില്ലേ? നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറുമെന്ന് ഓർക്കുക. അല്ലെങ്കിലും താരസംഘടനയിൽ കാലാകാലങ്ങളായി ഇത് തന്നെയാണല്ലോ അരങ്ങേറുന്നത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് എന്നായിരുന്നു ആലപ്പി അഷ്റഫ് പറഞ്ഞത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.